അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് ഇന്ന് സംഗീത ലോകം യാത്രാമൊഴി നൽകും. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പറവൂർ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ട് വളപ്പിൽ നടക്കും. മൃതദേഹം ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണിപ്പോൾ. തുടർന്ന് മൃതദേഹം എറണാകുളം പറവൂരിലേക്ക് കൊണ്ടുവരും. എസ് വിജയകുമാർ പാലിയത്ത് തറവാട്ട് വളപ്പിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, ഒടുവിൽ ഭാവഗായകന് അന്ത്യവിശ്രമം നൽകാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക്, യാത്രാമൊഴി നൽകാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. പറവൂർ ചേന്നമംഗലം പാലിയത്ത് അവിടെ വേണമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലിയത്ത് അവിടെ തന്നെയാണോ വിജയകുമാർ ഇപ്പോൾ നിൽക്കുന്നത്? സ്മിത നേരത്തെ പറഞ്ഞതുപോലെ പാലിയത്ത് അന്ത്യവിശ്രമം എന്നത് പി ജയചന്ദ്രന്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് ആഗ്രഹം അനുസരിച്ച് ഇവിടെ അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതൃതറവാട്, അമ്മയുടെ തറവാട് ആണ് പാലിയം. അവിടെയാണ് അദ്ദേഹത്തിന് അവസാന നിദ്ര ഒരുങ്ങുന്നത്. അതിന് ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് മൃതദേഹവും വഹിച്ചുകൊണ്ട് ആംബുലൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടുന്ന് ആംബുലൻസ് ഏതാണ്ട് 10:11 മണിക്ക് മുമ്പ് ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പൊതുദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിപുലമായ ഒരു പൊതുദർശനം എന്ന നിലയിലായിരിക്കില്ല. ഈ പാലിയം ഒരു കുടുംബാംഗങ്ങളുടെ, തറവാട്ടിലെ അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും ഒക്കെ ആഗ്രഹപ്രകാരം അവർക്കൊക്കെ വേണ്ടി മാത്രമായിരിക്കും ഈ തറവാടിന്റെ ഈ നാലുകെട്ടിനകത്ത് അങ്ങനെ ഒരു പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. ഏതാണ്ട് 3:30 സംസ്കാരം നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2-3 സംഗതികൾ ഇതുമായി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ നട തുറക്കുന്നതും അടയ്ക്കുന്നതുമൊക്കെ അതിന്റെ സമയം കൂടി നോക്കിയിട്ടായിരിക്കും ഈ അന്ത്യ ശുശ്രൂഷകൾ തുടങ്ങുക. അപ്പോൾ നട അടച്ച ശേഷം അടുത്ത വൈകിട്ട് നട തുറക്കുന്നതിന് മുമ്പായി ആ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ മാറ്റിവെക്കുകയും ചെയ്തത്. പി ജയചന്ദ്രനും ഈ നാടുമായി വലിയ ബന്ധമുണ്ട്. അദ്ദേഹം ഇടയ്ക്കൊക്കെ ഈ തറവാട്ടിൽ ബന്ധുക്കളെ കാണാൻ എത്താറുണ്ട്. ഇവിടെ ഈ അടുത്തൊരു ക്ഷേത്രം, തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു വർഷം ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് അവിടെ ഉത്സവം നടക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു സംഗീതാർച്ചന ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പാടാനായി അന്ന് വന്നിരുന്നു. അങ്ങനെ നാട്ടുകാർക്ക് ആ മട്ടിലൊക്കെ വലിയ ഓർമ്മകൾ അദ്ദേഹത്തെ പറ്റിയുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ആ തറവാട്. അതിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഈ കുടുംബാംഗങ്ങൾക്ക് ഒരു സംസ്കാര ചടങ്ങിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. അവിടെയാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അത് ഒരു ഈ ആചാര പരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് വീടിനകത്ത് ഈ അവസാനം കാണുന്നതിന് വേണ്ടി, ബന്ധുക്കൾക്കൊക്കെ കാണുന്നതിന് വേണ്ടി കുറച്ച് സമയം ക്രമീകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ അതിന് നേരത്തെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം. അപ്പോൾ അതിനു മുമ്പ് ഏതാണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇവിടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഒരു സ്വകാര്യ ചടങ്ങായി ആയിരിക്കും. ഇന്നലെയും ആ വീടിനുള്ളിൽ ഒരു സ്വകാര്യ ചടങ്ങ് എന്ന നിലയിലായിരുന്നു അത് ക്രമീകരിച്ചിരുന്നത്. ഒരുപക്ഷെ ഇന്നും പൂങ്കുന്നത്തേതുപോലെ തന്നെ ഒരു സ്വകാര്യ ചടങ്ങാകും. മറ്റ് പൊതുദർശനമൊന്നും ഇവിടെ പൗരാവലിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എന്ന മട്ടിൽ ക്രമീകരിച്ചിട്ടില്ല. ഇത് തികച്ചും കുടുംബാംഗങ്ങളുടെ ഒരു ചടങ്ങായി മാറാനാണ് സാധ്യത. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഭാഗം ഈ കുടുംബത്തിന്റെ ഒരു ശ്മശാന ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബാംഗങ്ങളെ സംസ്കരിക്കുന്ന ഒരു പൊതു സ്ഥലമാണ്. അവിടെയാണ് ആ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ആ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. ജയചന്ദ്രന് ഈ നാടുമായി വലിയ അടുപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ വിശേഷ പരിപാടികളിൽ, ചടങ്ങുകളിൽ, ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ, അത്തരം ചടങ്ങുകളിലൊക്കെ ഇവിടേക്ക് എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയുടെ തറവാട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ആ കുടുംബാംഗങ്ങളെയൊക്കെ അടക്കം ചെയ്ത സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെയും അടക്കം ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം ഈ ഇന്നത്തേക്ക് ആ ചടങ്ങ് മാറ്റുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യവിശ്രമം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ പാലിയത്തെ മണ്ണിൽ, അത് നിരവധി ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് പാലിയത്തേത്. പാലിയം കൊട്ടാരത്തിലെ പിതൃസ്മൃതി, അതാണ് അവിടെയുള്ള കൊട്ടാരത്തിലെ അംഗങ്ങൾക്കായുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നതിനുള്ള ആ ഒരു ഇടത്തിലാണ്. തികച്ചും വളരെ ലളിതമായി തന്നെയാണ് ആ ചടങ്ങുകൾ നടക്കുക. കാരണം പണ്ട് മുതലുള്ള ചില ആചാരങ്ങൾ, ചടങ്ങുകൾ, നിയന്ത്രണങ്ങളൊക്കെ തന്നെ അവർ കൃത്യമായി പാലിച്ചു തന്നെ പോകുന്നതാണ്. അപ്പോൾ അതിനൊന്നും തന്നെ ഒരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിലാകും ഈ ചടങ്ങുകളും നടക്കുക.